പകർച്ചപ്പനി വളരെ വലിയ തരത്തിൽ നമുക്കിടയിൽ കൂടുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഇന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് പനി ബാധിച്ച് യുവതി മരിച്ചു എന്നുള്ളതാണ്. മാവൂർ സ്വദേശി സുനിതയാണ് മരിച്ചത്. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചേതനിലേക്ക് തന്നെ പോകാം. ചേതൻ, ഈ സുനിതയ്ക്ക് ഷിഗല്ല രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. നിലവിൽ ഏത് പനിയായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സിന്ധൂരി, നിലവിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യവകുപ്പിൻ്റെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. വളരെ ദാരുണകരമായ കാര്യമാണ് നമുക്ക് രാവിലെ തന്നെ പറയാനുള്ളത്. കോഴിക്കോട് മാവൂരിൽ പാറമ്മൽ സ്വദേശിയായ സുനിത 54 വയസ്സായിരുന്നു. അവരാണിപ്പോൾ പനി ബാധിച്ച് മരിച്ച് എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിച്ചിരുന്നു. പിന്നീട് അവിടെ വെച്ചാണ് അന്ത്യം സംഭവിക്കുന്നത്. ഷിഗല രോഗത്തിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നിലവിൽ ആരോഗ്യവകുപ്പ് ഷിഗല സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനാവശ്യമായി ഇവരുടെ ബ്ലഡ് സാമ്പിളുകൾ, രക്തസാമ്പിളുകളൊക്കെ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇവരുടെ മാത്രമല്ല, ഇവരുടെ അടുത്ത ബന്ധുക്കളെയും കൂട്ടിരിപ്പുകാരുടെയും രക്തം ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധന ഫലം വന്നാൽ മാത്രമേ ഷിഗലയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഷിഗല രോഗികൾ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്തെ ആകെ കേസുകൾ 140 കടന്നു. അതിൻ്റെ പകുതിയോളം, ഏകദേശം 70-75ഓളം കേസുകൾ മാത്രം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ്. പ്രധാനമായും ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഷിഗല്ല. കുട്ടികളാണ്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് പ്രധാനമായും ഇത് രോഗം മൂർച്ഛിക്കുന്നത്. എന്നാൽ അപൂർവമായി മുതിർന്നവരും, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരും ഈ രോഗം ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ സുനിതയിലൂടെ ഒരു പനി മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അത് ഷിഗലയാണെന്ന് ഇനി ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുണ്ട്. അതിൻ്റെ അന്തിമ റിപ്പോർട്ട് മാത്രമേ ഇനി വരാനുള്ളൂ. നിപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിപ്പ രോഗിയുടെ ഗുരുതരമായി തുടരുകയാണ്. മറ്റ് സമ്പർക്കത്തിലുള്ള നിപ്പ രോഗികളുടെ എല്ലാ ഫലങ്ങളും നെഗറ്റീവായി എന്ന കാര്യമാണ് വലിയ രീതിയിൽ ആശ്വാസം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സംഘം അവിടെ വന്നിരുന്നു, പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. മലേറിയ കേസുകൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷത്തെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്, പയ്യോളിയിലാണ്. 4-5 രോഗികളാണ് ഇപ്പോൾ മലേറിയ ബാധിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെ കൂടുതൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. പനിയോ മറ്റെന്തെങ്കിലും ലക്ഷണമോ ഉണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിൽ കാണിക്കാനുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സിന്ധൂരി, ശരി, വ്യക്തമാണ് ചേതൻ. എന്തായാലും പകർച്ചപ്പനിയുടെ ഒരു വ്യാപ്തി വളരെ വലിയ തരത്തിൽ നമുക്കിടയിൽ സമൂഹത്തിനുള്ളിൽ കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് കൃത്യമായ കീ പൊസിഷനുകളൊന്നും ആളുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് DMOയും DGSനെയും കാര്യത്തിലൊന്നും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടുമില്ല. ചേതൻ സാജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.